Hi, welcome to Lash Class. BA English 5th സെമിസ്റ്റർ ഫൗണ്ടേഷൻസ് ഓഫ് ലിറ്റററി തിയറിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. റഷ്യൻ ഫോർമലിസം എന്നൊരു കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എമർജൻസ്. ഈ ഒരു തിയറി രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് തുടക്കത്തിൽ പറയുന്നത്. Before formalism and structuralism, literary studies mainly focused on the author's life, historical background, moral values, philosophy and social context. അപ്പോൾ ഈ ഫോർമലിസം സ്ട്രക്ചറലിസം തുടങ്ങിയിട്ടുള്ള തിയറികളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ആദ്യം ലിറ്റററി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറിൻ്റെ ലൈഫ്, ഹിസ്റ്ററി, സോഷ്യൽ കണ്ടക്സ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് ഒരു വർക്ക് എഴുതുന്നത് ആരാണ്, ഏത് നാട്ടുകാരാണ്, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു വർക്ക് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1947 ഇന്ത്യക്കാരായിട്ടുള്ള ഒരു പോയിറ്റ് ഒരു പക്ഷി പറന്നു പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു പോയ എഴുതുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ അവർ അത് നോക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള വർഷമാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ് എഴുതിയിട്ടുള്ളത്, ആ പക്ഷി പറന്നു പോകുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതീകമാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് ആ പോയം എന്ന രീതിയിലൊക്കെ വിലയിരുത്തും. ഇതുപോലെ തന്നെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഈ വർക്ക് എഴുതുന്നത്, അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള ആളുകളാണ് തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആ ഒരു ഓതറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ ഹിസ്റ്റോറിക്കൽ കണ്ടക്സ്റ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് അതുവരെയുള്ള ഈ ഒരു ലിറ്റററി അനാലിസിസ് നടന്നിരുന്നത്. In the early 20th century, Russian critics introduced a new approach that viewed literature as an autotelic work of art. എന്നാൽ ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 1910 മുതൽ 30 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ റഷ്യൻ ക്രിറ്റിക്സ് പുതിയൊരു അപ്രോച്ച് കൊണ്ടുവരുന്നു. അവർ പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് സിമിലർ ആണ്. അതായത് നമ്മളൊരു ലിറ്റററി വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് പോയം ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, അത് ആരെഴുതിയതാണ്, ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. ആ ഒരു വർക്ക് മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ലിറ്ററേച്ചറിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ആ ഒരു ഓതറിനെ കുറിച്ചോ ഓതറിൻ്റെ ഒരു സൊസൈറ്റിയെ കുറിച്ചോ ഒരു ഹിസ്റ്ററിയെ കുറിച്ചോ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ആ ഒരു ബുക്ക്, അത് പോയം ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, ആ ഒരു ലിറ്റററി വർക്കിൽ നിന്ന് തന്നെ നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ റഷ്യൻ ക്രിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുവരുന്നു. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, the meaning of a literary work comes from its internal structure, language and artistic techniques, not from external factors. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിറ്റററി വർക്കിൻ്റെ, അത് പോയം ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, നോവൽ ആയിക്കോട്ടെ, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് അതിനകത്ത് പറയുന്ന ലാംഗ്വേജ്, അതിനകത്തുള്ള ലിറ്റററി ഡിവൈസസ്, ടെക്നിക്കുകൾ, സിംബോളിസം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് നമ്മളത് ബന്ധപ്പെടുത്തേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓതർ ഏത് നാട്ടുകാരാണ്, ഏത് കാലഘട്ടത്തിൽ, എത്തരത്തിലൊരു സമൂഹത്തിൽ ജീവിച്ചവരാണ് തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഈ ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കാണ്. നമുക്ക് ആ ടെക്സ്റ്റ് മാത്രം പരിശോധിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സെമിസ്റ്ററിൽ നമുക്ക് ഉണ്ടായിരുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലെ തിയറി തന്നെയാണ് ഇവിടെ പറയുന്നത്. മേജർ ഗ്രൂപ്പ്സ് ആൻഡ് കീ തിങ്കേഴ്സ്. ഇനി ഈ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റഷ്യൻ ഫോർമലിസം വാസ് ഫൗണ്ടഡ് മെയിൻലി ബൈ 2 ഗ്രൂപ്പ്സ്. പ്രധാനമായിട്ടും 2 ഗ്രൂപ്പ്സ് ഓഫ് ക്രിറ്റിക്സ് ആണ് ഈ ഒരു തിയറി ഫൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ദ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ആൻഡ് ഒപ്പോയാസ് അഥവാ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1916. അപ്പോൾ 2 ലിറ്റററി ഗ്രൂപ്പുകളാണ്. അതായത് കുറച്ച് ലിറ്റററി ക്രിട്ടിക്കുകളുടെ ഒരു ക്ലബ്ബ് പോലെയുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള അവർ ഒരുമിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനത്തെ 2 ഗ്രൂപ്പുകളാണ്. ഒന്ന് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളും അതുപോലെ തന്നെ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. ഇവരാണ് പ്രധാനമായിട്ടും ഫോർമലിസം എന്ന് പറയുന്ന ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. ദ ലീഡിംഗ് ഫോർമലിസ്റ്റിക് ക്രിറ്റിക്സ് ഇൻക്ലൂഡ് വിക്ടർ ഷ്ലോവ്സ്കി, റോമൻ ജേക്കബ്സൺ ആൻഡ് ബോറിസ് എയ്ച്ചൻബൗം. പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ക്രിറ്റിക്സ് വിക്ടർ ഷ്ലോവ്സ്കി, റോമൻ ജേക്കബ്സൺ, അതുപോലെ തന്നെ ബോറിസ് എയ്ച്ചൻബൗം എന്നീ ആളുകളാണ്. ഇവരുടെ തിയറീസൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്.
They argued that literary criticism should move away from studying the author's biography, psychology, history or society and instead examine what makes the text literary. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തിയറിയുടെ പ്രധാനമായിട്ടുള്ള ആശയം നമ്മളൊരു ലിറ്റററി വർക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഓതറിന്റെ ബയോഗ്രഫി, ഓതറുടെ പേഴ്സണൽ ലൈഫും ആ വർക്കുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഓതറുടെ സൈക്കോളജിയോ ഹിസ്റ്ററിയോ സൊസൈറ്റിയോ, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയാണോ പുരുഷനാണോ അതല്ലെങ്കിൽ അവർ ഏത് നാട്ടുകാരാണ്, ഏത് പ്രായത്തിലുള്ള ആളുകളാണ്, ഇത് എഴുതിയത് എന്നുള്ള കാര്യമൊന്നും നമ്മൾ ഒരു വർക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ആ ഒരു ടെക്സ്റ്റ് മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി. ആ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ലിറ്റററി ആവുന്നത്, അതെങ്ങനെയാണ് നല്ലൊരു സാഹിത്യമാവുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി എന്ന രീതിയിലാണ് ഈ തിയറിയിലെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് ലിറ്ററാറിനിസം. ഇനി ഫോർമലിസത്തിനകത്ത് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം വരുന്നത് ലിറ്ററാറിനിസം ആണ്. ഫോർമലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ലിറ്ററാറിനിസം വിച്ച് റെഫേഴ്സ് ടു ദ ക്വാളിറ്റീസ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് എ ലിറ്റററി ടെക്സ്റ്റ് ഫ്രം ഓർഡിനറി ലാംഗ്വേജ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ലിറ്ററേച്ചറിനെ ഡിഫറൻ്റ് ആക്കുന്നത്, അതായത് ലിറ്ററേച്ചറിനെ ആക്കുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റോ അതിൻ്റെ തീമോ ഒന്നുമല്ല പ്രധാനമായിട്ട് വരുന്നത്. ഒരു കാര്യത്തെ ലിറ്ററേച്ചർ ആക്കുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ്. നമ്മൾ ഓർഡിനറി ഡയലോഗിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു ഭാഷയും ഒരു പോയത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ലിറ്ററേച്ചറിനകത്തുള്ള ഒരു ലാംഗ്വേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് ലിറ്ററേച്ചറിനെ ലിറ്ററേച്ചർ ആക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ലിറ്ററാറിനസ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ യൂസ് ഓഫ് സ്പെഷ്യൽ ലാംഗ്വേജ്, ഫോർമൽ ഡിവൈസസ്, സ്ട്രക്ചർ, സ്റ്റൈൽ, റിതം, ഇമേജറി ആൻഡ് അതർ ആർട്ടിസ്റ്റിക് ടെക്നിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലിറ്ററാറിനസ് ക്രിയേറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്നിക്സ്, ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കറിയാം നമ്മൾ പോയറ്റിക് ഡിവൈസസ്, അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടെക്നിക്കുകളെ കുറിച്ച് പറയാറുണ്ട്. അതിനകത്ത് റിതം, സ്റ്റൈല്, അതുപോലെ തന്നെ നമ്മൾ ഈ അലിറ്ററേഷൻ, റൈമിംഗ് സ്കീം, സ്ട്രക്ചർ, മറ്റു തരത്തിലുള്ള സിമിലി, മെറ്റഫർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഈ പോയറ്റിക് ലിറ്റററി ഡിവൈസസുകൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു നോർമൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ലിറ്ററേച്ചറിനെ ഡിഫറൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആക്കുന്നത്, അതിൻ്റെ ആ ഒരു ലിറ്ററാറിനെസ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി കൊണ്ടുവരുന്നത് എന്നാണ് ഈ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ഡീഫെമിലിയറൈസേഷൻ. അടുത്ത കൺസെപ്റ്റ് വരുന്നത് ഡീഫെമിലിയറൈസേഷൻ ആണ്. നമ്മൾക്ക് പരിചയമുള്ള ഒരു കാര്യത്തെ പരിചയമില്ലാത്തതുപോലെ ആക്കുക എന്നാണ് ആ ഒരു വേർഡിന്റെ മീനിങ് വരുന്നത്. ഷെക്ലോസ്കി ഇൻട്രൊഡ്യൂസ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഡീഫെമിലിയറൈസേഷൻ, മീനിങ് ടു മേക്ക് സ്ട്രേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പരിചയമുള്ള ഒരു കാര്യത്തെ പരിചയമില്ലാത്തതുപോലെ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ടേമിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. Literature presents ordinary experiences in an unfamiliar way so that readers notice them more deeply and gain fresh insights. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് നമുക്ക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് സ്ട്രേഞ്ച് ആയിട്ട് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മളൊരു സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റൊമാൻസ് ഉണ്ടാവും, ജലസി ഉണ്ടാവും, അതിനകത്ത് റിവഞ്ച് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റുള്ള ആളുകളുടെ അസൂയ തോന്നുന്നത്, പ്രണയം തോന്നുന്നത്, പക തോന്നുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലായാലും അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചറിനകത്തായാലും നമ്മൾ കാണുന്നത്. പക്ഷെ അവയൊക്കെ തന്നെ നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ ആർട്ടിനകത്ത് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. സോ ആ രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലിറ്ററേച്ചറിനകത്ത് നടക്കുന്നത്. അതല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നുമല്ല ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ റൊമാൻസ് ആയാലും ജലസി ആയാലും റിവെഞ്ച് ആയാലും അതുപോലെ തന്നെ മറ്റേത് തരത്തിലുള്ള ഇമോഷൻസോ തീമുകളോ കൺസെപ്റ്റുകളോ ഒക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ലിറ്ററേച്ചറിനകത്ത് ആർട്ടിനകത്ത് പറയുന്നത്. പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് നമുക്കതൊരു പുതുമ ഫീൽ ചെയ്യുന്നു, നമുക്കത് ഫ്രഷ് ആയിട്ട് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഇൻ എവറിഡേ ലൈഫ് actions such as walking are performed automatically without much attention. During dancing, however, similar movements become graceful and consciously appreciated. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്
നമ്മൾ സാധാരണ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയും കാലൊക്കെ ചലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാൽ നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ കൈ കാലുകൾ ചലിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് ഒരു ഡീപ്പായിട്ടൊരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ആക്ഷന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ഈ മൂവ്മെന്റ്സ് നടത്തുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ ലിറ്ററേച്ചറിനകത്ത് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലൈക്ക്വൈസ് poetry transforms ordinary language through devices such as rhyme, rhythm, imagery and figurative language, making readers experience the familiar ideas in a new way. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ലിറ്റററി അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് ലിറ്ററേച്ചറിനകത്ത് ചെയ്യുന്നത്. ഇതാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ഓർത്താൽ മതിയാവും. നമ്മൾ സിനിമയ്ക്കകത്തും മറ്റ് സ്റ്റോറിക്കകത്തൊക്കെ നമ്മൾ റൊമാൻസ് കാണുന്നുണ്ട്, റിവഞ്ച് കാണുന്നുണ്ട്, ജലസി കാണുന്നുണ്ട്. ഇതൊന്നും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് നമ്മൾ ഈ ഇമോഷൻസ് അനുഭവിക്കുന്നത് പോലെ ആയിട്ടല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ ലിറ്ററേച്ചറിനകത്തും ആർട്ടിനകത്തും കാണുന്നത്. അപ്പൊ ഇത്തരത്തില് നമുക്ക് പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അൺഫെമിലിയർ ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ലിറ്ററേച്ചറിനകത്ത് നടക്കുന്നത്. ഇതിനെയാണ് ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫോർമലിസ്റ്റ് റീഡിംഗ് ഓഫ് ദ റോഡ് നോട്ട് ടേക്കൺ. ഇനി ഈ ഫോർമലിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള ഒരു പോയം ഒരു ഫോർമലിസ്റ്റ് രീതിയിൽ അനലൈസ് ചെയ്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ റോഡ് നോട്ട് ടേക്കൺ ഫേമസ് ആയിട്ടൊരു പോയാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ. നമുക്കറിയാം അതിനകത്ത് പറയുന്നത് ആൾ നടന്നു പോകുന്ന വഴിക്ക് രണ്ട് വഴികൾ കണ്ടു. ഒരു വഴി എല്ലാവരും പോകുന്ന ഒരു വഴിയാണ്, ഒരു വഴി അധികം ആരും പോയിട്ടില്ലാത്ത ഒരു വഴിയാണ്. ആൾ അങ്ങനെ അധികം ആരും പോവാത്ത ഒരു വഴിയിലൂടെ പോയി. അങ്ങനെയാണ് ആൾ ഇങ്ങനെ ആയത് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിക്ക് നമ്മൾ ആ പോയത്തെ അനലൈസ് ചെയ്യുന്നത് ആളൊരു പോയറ്റ് ആയതിനെ കുറിച്ചിട്ട് ആളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ജോലിയും കരിയറൊക്കെ ആയിട്ട് അങ്ങനെ പോവുക, അതല്ലെങ്കിൽ അയാളുടെ പാഷൻ ആർട്ട് പോയട്രി ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ രണ്ട് വഴിയുടെ ഇടയിൽ അയാൾ എല്ലാവരും ചെയ്യുന്ന പോലെ ജോലി കരിയറായിട്ട് പോവാതെ അയാളുടെ ഒരു പാഷൻ ആയിട്ടുള്ള ആർട്ടും പോയട്രി ആയിട്ട് ആൾ പോയി. അങ്ങനെ ആളൊരു പോയറ്റായി എന്ന രീതിയിൽ ആളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ ഈ പോയത്തെ കുറിച്ചിട്ട് പറയാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫോർമലിസ്റ്റ് അപ്രോച്ചിനകത്ത് ഈ പോയറ്റിന്റെ പേഴ്സണൽ ലൈഫോ അതുപോലെ തന്നെ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റോ ഒന്നും നമ്മൾ കണക്കാക്കാറില്ല. മറിച്ച് ആ ഒരു പോയത്തിലെ ലൈൻസ് മാത്രം, ടെക്സ്റ്റ് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർമലിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. A formalist interpretation focuses only on the poem itself and ignores the poet's life or historical circumstances. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പോയം മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോയറ്റിന്റെ ലൈഫും മറ്റ് സോഷ്യൽ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു. The analysis concentrates on the poem structure, rhyme scheme, meter, imagery, symbolism, ambiguity and irony. അപ്പോൾ പോയത്തിനകത്ത് ഉള്ളൊരു അനാലിസിസ് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ട്രക്ചർ, അതിനകത്തൊരു റൈമിംഗ് സ്കീം, അതിൻ്റെ മീറ്റർ, ഇമേജറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും പിന്നെ ആ ലൈൻസിന്റെ മീനിങ്ങും ഒക്കെയാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്. ദ പോയം കൺസിസ്റ്റ്സ് ഓഫ് 4 quatrains വിത്ത് എ റെഗുലർ ABAAB റൈം സ്കീം. അപ്പോൾ ഈ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു മീറ്ററും റൈമിംഗ് സ്കീമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. 5 വരികളുള്ള സ്റ്റാൻസാസ് ആണ് ആ പോയത്തിനകത്തുള്ളത്. കൂടാതെ അതിന്റെ റൈമിംഗ് സ്കീം നമ്മൾ നോക്കുന്നു. ഇറ്റ്സ് ഇയാംബിക് ടെട്രാമീറ്റർ ക്രിയേറ്റ്സ് എ കാം റിഫ്ലക്റ്റീവ് റിതം ദാറ്റ് മാച്ചസ് എ സ്പീക്കേഴ്സ് തോട്ട്ഫുൾ മൂഡ്. പിന്നെ നമ്മൾ അതിന്റെ മീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഒരു താളം, നമ്മൾ മലയാളത്തിൽ വൃത്തം എന്നൊക്കെയാണ് പറയാം, അതിന്റെ ഒരു ടൂണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന്റെ ടൂൺ എങ്ങനെയാണെന്ന് നോക്കുന്നു. അപ്പോൾ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ടൂണൊക്കെയാണ് ആ പോയത്തിനുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പോയത്തിന്റെ ലൈൻസിലേക്കും അതിന്റെ മീനിങ്സിലേക്കും വരികയാണ്. The image of 2 roads diverged in a yellow wood functions as a metaphor for life's choices. അപ്പോൾ 2 റോഡുകൾ ഇങ്ങനെ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത് നമുക്കറിയാം. ലൈഫിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ട് എന്നതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ കാണും. Although the speaker claims to choose the road less travelled by, the poem also states that both the roads were really about the same. ഇനി പോയിട്ട് പറയുന്നുണ്ട് അധികം ആളുകൾ പോവാത്ത റോഡിലൂടെയാണ് ആൾ പോയതെന്ന്. എന്നാൽ അതേ സമയത്ത് തന്നെ ആൾ പറയുന്നുണ്ട് 2 റോഡ് ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. ഒന്ന് അധികം പേര് പോയിട്ടുണ്ട്, ഒന്ന് അധികം പേര് പോയിട്ടില്ല എന്നൊരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുള്ളൂ എന്നും പോയിട്ട് പറയുന്നുണ്ട്. This contradiction creates ambiguity and irony,
വിച്ച് ബിക്കം സെൻട്രൽ സോഴ്സസ് ഓഫ് മീനിങ്. അപ്പൊ ഇത് അവിടെ ഒരു ആംബിഗ്വിറ്റി, അതായത് കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ രണ്ട് റോഡുകളെ കുറിച്ച് നമുക്ക് വേറെ ഒന്നും അറിയില്ല. ഒന്ന് കുറെ പേര് പോയിട്ടുണ്ട്, ഒന്ന് അധികം പേര് പോയിട്ടില്ല എന്ന് മാത്രം നമുക്ക് അറിയുള്ളൂ. ഈ റോഡ് എവിടേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. അവിടെ പോയി നോക്കിയാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. The poem raises questions about whether people truly make unique choices or later invent the stories to justify their decisions. അപ്പൊ ഈ പോയതിനകത്ത് ഒരു മീനിങ് നമുക്ക് കാണാവുന്നത്, നമ്മൾ ഇതുപോലെ ലൈഫിനകത്ത് ഒരു ചോയ്സസ് ഒക്കെ എടുക്കുന്നു, പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ചോയ്സിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു. അതായത് ഇവിടെ ഈ പോയിട്ട് ഈ ഒരു റോഡ് എടുത്തത് കൊണ്ടാണ് അതിനെ ആളിപ്പോൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു പോയ എഴുതുന്നത്. ആൾ വേറെ റോഡാണ് എടുത്തിരുന്നുണ്ടെങ്കിൽ ആൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മൾ എത്രമാത്രം നമുക്ക് ചിന്തിച്ചുകൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ലാസ്റ്റ് നമ്മൾ റോഡിൽ എവിടേക്ക് എത്തും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് കുറച്ച് മാത്രമേ അവിടെ കാണാൻ വേണ്ടി സാധിക്കൂ. ബാക്കി നമ്മൾ ആ ഒരു ചോയ്സ് എടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരണം. അപ്പൊ എത്രമാത്രം കൺട്രോൾ നമുക്ക് നമ്മുടെ ചോയ്സിനകത്ത് ഉണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ദെൻ the uncertainty over whether the speaker celebrates individualism or gently mocks the tendency to exaggerate personal choices adds complexity to the poem. പിന്നെ വേറൊന്നും നമുക്കറിയാം, ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് വായിക്കാം. അതായത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവർ ഏത് റോഡിലൂടെ പോകുന്നത് നമ്മൾ നോക്കണ്ട, നമുക്ക് നമ്മുടെ ഒരു പാഷനും നമ്മുടെ ഒരു ചോയ്സും ഉണ്ട്, നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോവുക എന്ന രീതിയിലേക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്തൊരു പോയമാണ് എന്ന് നമുക്കിത് പറയാം. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ റോഡ് എവിടേക്ക് എത്തും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല നമ്മൾ പോകുന്നത്. അത് കാരണം കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻസിന് നമ്മൾ ന്യായീകരിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇപ്പൊ മറ്റേ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ലൈഫ് ആകുമോ ഇല്ലയോ എന്നുള്ളത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അത് അയാൾ പോയിട്ടില്ല. അപ്പൊ പിന്നെ അയാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ആ റോഡിനേക്കാൾ നല്ല ലൈഫ് ഈ റോഡിലൂടെ പോയപ്പോൾ ഉള്ള ലൈഫാണ് നല്ല ലൈഫ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അയാൾ ഒന്ന് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. മറ്റേലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നല്ല ലൈഫ് ആൾക്ക് കിട്ടുമായിരുന്നേനെ, നമുക്ക് അറിയില്ല, പോയാലല്ലേ അറിയുള്ളൂ. അപ്പൊ അത്തരത്തില് നമ്മൾ എടുത്തിട്ടുള്ള റോഡിൽ നമ്മൾ എടുത്തിട്ടുള്ള ചോയ്സിനെ നമുക്ക് ന്യായീകരിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അങ്ങനെയും നമുക്കിതിന് വായിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോർമലിസ്റ്റ് അപ്രോച്ചിനകത്ത് നമ്മളിവിടെ ചെയ്യുന്നത് ഈ പോയിന്റിന്റെ പേഴ്സണൽ ലൈഫുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ജനറൽ ആയിട്ട് നമ്മൾ ആ പോയിന്റിനെ സമീപിക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നത് ലൈഫിനകത്ത് നമുക്ക് ഡിഫറെന്റ് ചോയ്സസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് പോയിന്റിനകത്ത് പറയുന്നത്. ഇനി രണ്ട് രീതിയിൽ നമുക്ക് അതിന് വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ ഡിഫറെന്റ് ചോയ്സസ് ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നത് നോക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന വഴിയിലൂടെ പോകാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴി നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇൻഡിവിജ്വലിസത്തെയാണ് പോയം പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. മറ്റൊരു കാര്യം നമുക്ക് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ ന്യായീകരിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ട് പറയുന്നുണ്ട് ഈ ആരും പോവാത്ത വഴിയിലൂടെ പോയപ്പോഴാണ് ആൾക്ക് ഇങ്ങനെയൊക്കെ ആയത്, ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലതാണോ അതോ അവിടെ എന്തൊക്കെയാണുള്ളത് ആൾക്ക് അറിയില്ല, ആളത് പോയിട്ടില്ല. പിന്നെ എങ്ങനെ ആൾക്ക് അതിനേക്കാൾ നല്ലത് ഈ റോഡാണെന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് പറയാം, സ്വന്തം തീരുമാനങ്ങളെ ന്യായീകരിക്കാനുള്ള ടെൻഡൻസിയും ആ പോയിന്റിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തില് പോയിന്റിന്റെ പേഴ്സണൽ ലൈഫ്, ഹിസ്റ്ററി, സോഷ്യൽ കണ്ടക്സ്റ്റ് എന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ജനറൽ ആയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോർമലിസ്റ്റ് അപ്രോച്ച് നമ്മൾ കാണുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പോയം നോക്കാവുന്നതാണ്. ഡീഫെമിലറൈസേഷൻ ഇൻ ദ പോയം. ഇനി ഈ പോയത്തിനകത്ത് ഡീഫെമിലറൈസേഷനും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Decision making is an ordinary part of everyday life. The poem presents its common experience in an unusual and artistic manner, encouraging readers to rethink how people make important life choices. അപ്പോൾ നമുക്കറിയാം, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നോർമൽ ലൈഫിലുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ലൈഫിനകത്ത് ഇതുപോലെ ഓരോ ഡിസിഷൻസ് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ പോയത്തിനകത്ത് പോയറ്റിന്റെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഒരു അൺഫെമിലിയർ ആയിട്ടൊരു നോർമൽ ആയിട്ടൊരു കാര്യം എന്ന രീതിയിലല്ല, ഒരു ഡീപ്പ് ആയിട്ടൊരു കാര്യം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് ചോയ്സസ് ഒക്കെ നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് ഡീപ്പായിട്ടൊരു കാര്യം, അതൊരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പോയതിന് സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ പോയത്തിനകത്ത് അത് ഡീപ്പായിട്ടൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. This transformation of an ordinary activity into a deeper artistic experience illustrates defamiliarization.
നമ്മൾ നേരത്തെ പറഞ്ഞ ഡീഫെമിലറൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാണാം. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ, ഒരു ഐഡിയയെ, നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയയെ ഡീപ്പായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഡിക്ലൈൻ ഓഫ് ഫോർമലിസം. അപ്പോൾ അങ്ങനെ 1910 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള തിയറി ആയിട്ട് ഈ റഷ്യൻ ഫോർമലിസം ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു തിയറി ഡിക്ലൈൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ദ റഷ്യൻ റെവല്യൂഷൻ, ദ റൈസ് ഓഫ് മാർക്സിസം ഇൻ സോവിയറ്റ് റഷ്യ ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫോർമലിസം. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം റഷ്യ സോവിയറ്റ് യൂണിയനായിട്ട് മാറുകയും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണകൂടം വരികയും ചെയ്തത് ഫോർമലിസത്തിന്റെ ഒരു ഡിക്ലൈന് കാരണമായി. മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് ഒപ്പോസ്ഡ് ഫോർമലിസം ബിക്കോസ് ഇറ്റ് ഇഗ്നോർഡ് ദ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഡയമെൻഷൻസ് ഓഫ് ലിറ്ററേച്ചർ. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഫോർമലിസം നമുക്കറിയാം ഈ ഒരു ഓതറിന്റെ ലൈഫോ അല്ലെങ്കിൽ സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കേണ്ട എന്നാണ് ഫോർമലിസത്തിനകത്ത് പറയുന്നത്. ഏറെക്കുറെ ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ലിറ്റററി തിയറിയാണ്, നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം. ഈ ഒരു കാര്യമാണ് മാർക്സിസ്റ്റുകൾ എതിർക്കുന്നത്. കാരണം ഈ ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലിറ്ററേച്ചറിനകത്ത് വരുന്നുണ്ട്. സാമൂഹിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിൽ അവഗണിക്കുന്നത് അരാഷ്ട്രീയവാദമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ ഈ തിയറികളെ എതിർക്കുന്നത്. ആസ് എ റിസൾട്ട്, ഫോർമലിസം ഗ്രാജുവലി ലോസ്റ്റ് ഇൻഫ്ലുവൻസ് വിത്തിൻ സോവിയറ്റ് ലിറ്റററി സ്റ്റഡീസ്. ആ രീതിയിൽ ഈ സോവിയറ്റ് യൂണിയനകത്ത് ഒരു മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിനകത്ത് ക്രമേണ ഈ ഒരു ഫോർമലിസം ഡിക്ലൈൻ ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കോൺട്രിബ്യൂഷൻ ആൻഡ് ലെഗസി. അങ്ങനെ ഡിക്ലൈൻ ചെയ്തു പോയെങ്കിലും ഈ റഷ്യൻ ഫോർമലിസം മറ്റ് ലിറ്റററി തിയറികളിൽ വലിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ഇറ്റ്സ് ഡിക്ലൈൻ, റഷ്യൻ ഫോർമലിസം ലൈ ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ലിറ്റററി തിയറി. നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ലിറ്റററി തിയറിയുടെ ഒരു ഫൗണ്ടേഷൻ ഈ റഷ്യൻ ഫോർമലിസം ആണ് കൊണ്ടുവരുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി ഐഡിയ ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് പ്രൈമറിലി ബി അണ്ടർസ്റ്റുഡ് ത്രൂ ഇറ്റ്സ് ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ആർട്ടിസ്റ്റിക് ടെക്നിക്സ്. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഐഡിയ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററേച്ചറിനെ ആ ഒരു ഓർഡറിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടൊരു ആർട്ടിസ്റ്റിക് വർക്ക് എന്ന രീതിയിൽ കാണുക എന്നുള്ള രീതിയിൽ അതിലെ ഇന്റേണൽ സ്ട്രക്ചർ പരിശോധിക്കുക എന്നുള്ള പോയിന്റുകളെല്ലാം ഈ റഷ്യൻ ഫോർമലിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. It also demonstrated how literary language differs from ordinary language to the use of formal devices. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഓർഡിനറി ലാംഗ്വേജും ലിറ്ററേച്ചറിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യവും, ഈ ഒരു ഡിഫറൻസ് ആണ് ലിറ്ററേച്ചറിനെ പ്രധാനമായിട്ടും ലിറ്ററേച്ചർ ആക്കുന്ന ഒരു കൺസെപ്റ്റും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ലിറ്റററി, അതുപോലെ പോയിന്റിംഗ് ഡിവൈസസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരുന്നതും ഈ ഒരു റഷ്യൻ ഫോർമലിസം ആണ്. Russian formalism strongly influenced later critical movements, especially Anglo-American new criticism and structuralism. ഇതുകൂടാതെ പിന്നീട് വന്നിട്ടുള്ള ന്യൂ ക്രിറ്റിസിസം, അതുപോലെ തന്നെ സ്ട്രക്ചറലിസം, അമേരിക്കയിലും ബ്രിട്ടനിലുമായിട്ട് വന്നിട്ടുള്ള ആ തിയറീസ്, അതിനെ വലിയ രീതിയിൽ ഈ ഒരു റഷ്യൻ ഫോർമലിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. Like the formalists, they rejected reliance on the author's intention or historical background and instead promoted close reading, focusing exclusively on the text itself. ഈ ന്യൂ ക്രിറ്റിസിസത്തിലും അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഫോർമലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓതറിന്റെ ഇന്റൻഷൻസ്, കവി എന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ തെരഞ്ഞുപോകേണ്ട ആവശ്യമില്ല. ഈ ഓതറിന്റെ ബയോഗ്രഫി, സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഒന്നും നോക്കേണ്ടതില്ല. ആ ഒരു ലിറ്റററി വർക്ക്, ടെക്സ്റ്റ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് അനലൈസ് ചെയ്താൽ മതി എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം ഈ ഒരു ന്യൂ ക്രിറ്റിസിസത്തിലും സ്ട്രക്ചറലിസത്തിലൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു റഷ്യൻ ഫോർമലിസത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.